ബാങ്ക് ജോലി സ്വപ്നം കാണുന്നവരാണ് നിങ്ങൾ. എന്നാൽ ഡിഗ്രിക്ക് സപ്ലി ഉള്ളതുകൊണ്ട് ബാങ്കിങ് എക്സാംസ് ഒന്നും എഴുതാൻ പറ്റുന്നില്ല. അതല്ലെങ്കിൽ ഡിഗ്രി ഉണ്ടായിട്ടും എക്സാമിൻ്റെ ടഫ്നെസ് കാരണം ബാങ്കിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല. ഇനി അതല്ല, സാഹചര്യം കൊണ്ട് +2 വരെയോ അല്ലെങ്കിൽ 10ാം ക്ലാസ് വരെയോ നമുക്ക് സ്കൂളിൽ പോകാൻ സാധിച്ചോളൂ എന്ന് വിചാരിക്കുക. നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട ഒരു സാഹചര്യവുമില്ല. ഇതാ നിങ്ങൾക്ക് ഒരു മികച്ച ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുന്നുണ്ട്. വെൽക്കം ടു iPlus ട്രെയിനിങ് സൊല്യൂഷൻസ്. ദിസ് ഇസ് ബേസിൽ, ബാങ്ക് ഓഫ് ബറോഡ. നമുക്കറിയാം, ബാങ്കിങ് സെക്ടേഴ്സിലെ ഏറ്റവും മികച്ച ബാങ്കുകളിൽ ഒന്നാണ് ബാങ്ക് ഓഫ് ബറോഡ എന്ന് പറയുന്നത്. ബാങ്ക് ഓഫ് ബറോഡയുടെ ഓഫീസ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. SSLC യോഗ്യത വെച്ച്, അതായത് നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിലേ പോയിട്ടില്ലെങ്കിലും നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ട. കാരണം 10ാം ക്ലാസ് യോഗ്യതയുള്ള ഒരാൾക്ക് ബാങ്കിൽ കയറാനുള്ള ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ബാങ്ക് ഓഫ് ബറോഡ വന്നിരിക്കുന്നത്. ഈ നോട്ടിഫിക്കേഷന്റെ ഏറ്റവും മികച്ച അവസരം എന്ന് പറയുന്നത് 500 പോസ്റ്റുകളാണ് നമുക്ക് ഉള്ളത്. ആൻഡ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 23-ാം തീയതിയാണ്. നമുക്ക് നോക്കാം ആർക്കൊക്കെയാണ് ഈ എക്സാമിനേഷന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളത്, എന്തൊക്കെയാണ് ഇതിന്റെ ക്രൈറ്റീരിയാസ് എന്നുള്ളത്. അപ്പം ആദ്യം തന്നെ പറയട്ടെ, 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെയുള്ള എല്ലാവർക്കും ഈ എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു എക്സാമിനേഷനാണ്. ആൻഡ് ഇനി നിങ്ങൾ റിസർവേഷൻ കാറ്റഗറിയിലാണ് എന്ന് വിചാരിക്കുക. അതായത് SC/ST കാറ്റഗറിക്കാർക്ക് 5 വർഷം കൂടി ഏജ് റിലാക്സേഷൻ ഉണ്ട്. ആൻഡ് OBC കാറ്റഗറി ആണെങ്കിൽ 3 വർഷം കൂടി നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ ജനറൽ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്ക് 18 മുതൽ 26 വയസ്സ് വരെയുള്ളവർക്ക് ഈ എക്സാമിനേഷന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. 23-ാം തീയതി വരെയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞു. എത്ര രൂപയായിരിക്കും ഇതിൻ്റെ ശമ്പളം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളുടെ കേരള PSCയുടെ LD ആണെങ്കിലും അല്ലെങ്കിൽ LGS ഒക്കെ ആണെങ്കിലും അതിൻ്റെ ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത് ഒരു 25,000 26,000 ആ ലെവലിൽ നിൽക്കുന്ന ഒരു സ്കെയിലാണ്. എന്നാൽ ബാങ്ക് ഓഫ് ബറോഡയുടെ ഓഫീസ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന 10ാം ക്ലാസ് യോഗ്യതയുള്ള, അതായത് കേരള PSCയിലെ സെയിം 10ാം ക്ലാസ് യോഗ്യതയുള്ളക്ക് 24,000 25,000 രൂപയാണ് സാലറി എങ്കിൽ, ബാങ്ക് ഓഫ് ബറോഡ ബാങ്കിങ് സെക്ടേഴ്സിൻ്റെ ഒരു കരിഷ്മ തന്നെ നിങ്ങൾക്കറിയാം, സാലറിയാണ് 37,000 ആണ് നമ്മുടെ ബേസിക് പാറ്റേണിലേക്ക് തന്നെ വരുന്ന സാലറി എന്ന് പറയുന്നത്. അതായത് 37,875 കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ബാങ്കിങ്ങിൻ്റെ പ്രത്യേകം നിങ്ങൾക്കറിയാം, ഹൗസിംഗ് അലവൻസ് ഉണ്ടായിരിക്കും, PA ഉണ്ടായിരിക്കും, DA ഉണ്ടായിരിക്കും, അതുകൊണ്ട് ഇൻഷുറൻസ് ഉണ്ടായിരിക്കും. അങ്ങനെ നിങ്ങളുടെ ലൈഫ് സെറ്റാക്കാൻ പറ്റിയൊരു ജോലിയാണ്. അതായത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും പഠിത്തം ഉഴപ്പിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞ് അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ടൊന്നും കോളേജിൽ പോകാൻ സാധിച്ചില്ല, ഇനി കോളേജിൽ പോയതിന് ശേഷം നിങ്ങൾക്ക് അവിടെ വെച്ച് പഠിക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ഡിഗ്രി പാസ്സായി, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ബാങ്കിങ് എക്സാമുകൾക്കൊന്നും എനിക്കിനി ബാങ്ക് പറ്റില്ല എന്ന് ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ, അവിടെയാണ് ബാങ്ക് ഓഫ് ബറോഡയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. കാരണം 10ാം ക്ലാസ് യോഗ്യത വെച്ചാണ് ഈ എക്സാമിനേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. മെയ് 23-ആണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞു. ഈ എക്സാമിനേഷന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ എക്സാമിനേഷന് ഒരു ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. നിങ്ങൾ ജനറൽ വിഭാഗത്തിലോ OBC വിഭാഗത്തിലോ EWS ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 600 രൂപ ആണ് ഇതിൻ്റെ ഫീസ് സ്ട്രക്ചറായിട്ട് വരുന്നത്. ഇനി നിങ്ങൾ SC/ST കാൻഡിഡേറ്റ്സോ അല്ലെങ്കിൽ വിമൻ കാൻഡിഡേറ്റോ, അതായത് സ്ത്രീകൾക്ക് 100 രൂപയ്ക്ക് ഈ എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാൻ സാധിക്കും. നമ്മളുടെ ബാങ്ക് ഓഫ് ബറോഡയുടെ കരിയർ എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ് ഈ എക്സാമിനേഷൻ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 23-ആണ്. പ്രധാനമായിട്ടും നമുക്ക് 4 സബ്ജക്റ്റുകൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ സാധിക്കും. നമുക്കറിയാം, ബാങ്കിങ്ങിൻ്റെ പ്രധാനപ്പെട്ട സിലബസുകൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷ്, നമ്മളുടെ റീസണിങ്, മാത്തമാറ്റിക്സ്, പിന്നെ GA എന്ന് പറയുന്ന പാറ്റേൺ ആണ്. അതായത് ബാങ്കിങ് അവയർനെസ്സും കറണ്ട് അഫയേഴ്സും ഒക്കെ വരുന്നതാണ് GA എന്ന് പറയുന്നത്. സോ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ iPlus നിങ്ങളോട് കൂടിയുണ്ട്. സോ iPlusൻ്റെ ബാങ്കിങ് കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. സോ ബാങ്ക് ഓഫ് ബറോഡയുടെ കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി താഴെ കാണുന്ന ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള PDF ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ്റെ കിട്ടും. അതനുസരിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കാം. ആൻഡ് ഇനി നിങ്ങൾക്ക് എന്താണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് സിലബസിൽ വരുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ വരുന്നുണ്ട്. സോ ആ വീഡിയോയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്, എങ്ങനെ പഠിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ജോലിയിലേക്ക് പ്രവേശിക്കാം എന്നുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ആരും മറക്കണ്ട, ദിസ് ഈസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. ദാറ്റ്സ് ഓൾ. താങ്ക് യു. ബൈ.